കാത്തിരിപ്പിന് വിരാമമായി. അങ്ങനെ അന്യഗ്രഹ ജീവികൾ കേരളത്തിലും എത്തുന്നു ഈ ജൂൺ 21-ന്. പേടിക്കണ്ട, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, KB ഗണേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന സയൻസ് ഫിക്ഷൻ കോമഡി ചലച്ചിത്രം ഗഗനചാരിയുടെ കാര്യമാണ് പറഞ്ഞത്. അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഡിസ്റ്റോപ്പിയൻ ഏലിയൻ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അജിത് വിനായക ഫിലിംസ് ആണ്. അനാർക്കലി മരക്കാറാണ് ചിത്രത്തിലെ നായിക. വിവിധ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം ലോസ് ആഞ്ചലസ് ഫിലിംസ് അവാർഡ്സ് എന്നിവയിൽ മികച്ച ചിത്രം, മികച്ച വിഷ്വൽ എഫക്ട്സ് എന്ന വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിരുന്നു. ഇതുകൂടാതെ തെക്കൻ ഇറ്റലിയിൽ വെച്ചു നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിംസ് ഫെസ്റ്റിലും അമേരിക്ക, യൂറോപ്പ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. കേരള പോപ്കോണിലും പ്രദർശനത്തിനെത്തിയ ഈ ചിത്രത്തിന് മികച്ച പ്രേക്ഷകാഭിപ്രായമാണ് അന്ന് ലഭിച്ചത്. സംവിധായകനായ അരുൺ ചന്തുവും പ്രിയദർശന്റെ സംവിധാന സഹായിയുമായിരുന്ന ശിവ സായിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സായാഹ്ന വാർത്തകൾ, സാജൻ ബേക്കറി എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്ന അരുൺ ചന്തു വ്യത്യസ്തമായ ഒരു കഥയാണ് ഗഗനചാരിയിലൂടെ അവതരിപ്പിക്കുന്നത്. തന്മയ ഭാവമുള്ള ആക്ഷൻ രംഗങ്ങളിലൂടെ പ്രസിദ്ധമായ കള എന്ന സിനിമയുടെ സ്റ്റാൻഡ് മാസ്റ്ററായ ഫിനിക്സ് ബാബുവാണ് ഗഗനചാരിയുടെ ആക്ഷൻ ഡയറക്ടർ. പറക്കും തളികയിലുള്ള ചേഴ്സിംഗ് രംഗങ്ങൾ, അന്യഗ്രഹ ജീവികളുമായുള്ള പൊരിഞ്ഞ സംഘട്ടനങ്ങൾ എന്നിവയൊക്കെ കാണാൻ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സണ്ണി, 4 ഇയേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ ശങ്കർ ശർമ്മയാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം. ചിത്രത്തിന്റെ ഗ്ലിംസസ് വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് 2043-ലെ കാൽപ്പനിക കേരളത്തിൽ എത്തിപ്പെടുന്ന കുറെ അന്യഗ്രഹ ജീവികളും തന്മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഗഗനചാരിയുടെ കഥ എന്നാണ്. ഇവരിൽ നിന്ന് പെൺ അന്യഗ്രഹ ജീവി 3 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എത്തിപ്പെടുന്നു. ഇവർ 3 പേരും കൂടി തങ്ങൾക്ക് ലഭിച്ച ഈ അമൂല്യ ഭാഗ്യം ഒരൽപ്പം പ്രസിദ്ധി നേടാനായി ഉപയോഗിക്കുന്നത് തെറ്റാണോ? അതോടൊപ്പം തന്നെ ഇവരിൽ ഒരാൾക്ക് ഏലിയനോട് പ്രേമം തോന്നിയാൽ എന്തു ചെയ്യും? ആ ഏലിയനെ ഏലിയാമ്മ എന്ന പേരിട്ട് വിളിച്ച് അങ്ങ് പ്രണയിക്കുക, അത്ര തന്നെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അരങ്ങുവാഴുന്ന ഈ കാലത്ത് അന്യഗ്രഹ ജീവികളുടെ സ്ഥിതി എന്താകുമോ എന്തോ. അപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് അന്യഗ്രഹ ജീവികളാണോ അതോ ഇവിടെ തന്നെയുള്ള മനുഷ്യരാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?